ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വെള്ളയപ്പമാണ്. ക്രിസ്മസ് സ്പെഷ്യൽ നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഈ വെള്ളയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി 1.5 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തത്. പച്ചരിക്ക് പകരം ഇഡ്ഡലി റൈസ് ഉപയോഗിച്ചാലും മതി. ഈ പച്ചരി നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കുതിർത്ത് വെക്കണം. ഏകദേശം 4 മണിക്കൂറാണ് ഞാൻ വെള്ളത്തിലിത് കുതിർത്ത് വയ്ക്കുന്നത്. പാലപ്പത്തിന് അരയ്ക്കുന്നത് പോലെ കുറച്ച് ലൂസായി പോകരുത്. വെള്ളയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ പച്ചരി ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് 4 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മിക്സിയുടെ ഏറ്റവും വലിയ ജാറിലേക്ക് ഈ അരി നമുക്ക് മാറ്റാം. പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് ചോറും കൂടി ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ജീരകമാണ്. 1 വെളുത്തുള്ളിയും 1 ചുവന്നുള്ളിയും ഞാൻ ചേർക്കുന്നുണ്ട്. ഈ ചുവന്നുള്ളി അല്പം വലുതായതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് അരഞ്ഞു വരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മുറിച്ചിട്ടാണ് ഇടുന്നത്. വളരെ ചെറിയ ചുവന്നുള്ളി ആണെങ്കിൽ 2 എണ്ണം ചേർക്കാം. 1/4 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറച്ച് കട്ടിയിൽ വേണം ഇത് മാവ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടച്ച് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. സാധാരണ ഈസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആവശ്യത്തിനുള്ള ഈസ്റ്റ് എടുത്ത ശേഷം 1 ടീസ്പൂൺ പഞ്ചസാരയും അല്പം ചെറു ചൂടുവെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 7-8 മിനിറ്റ് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഈ മാവിലേക്ക് ചേർത്താൽ മതിയാകും. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉപയോഗിച്ചതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഇതിൽ ചേർത്തത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. 5 മുതൽ 6 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ഫെർമെൻ്റായി കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അല്പം എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ 1 വലിയ സ്പൂൺ വെള്ളയപ്പത്തിൻ്റെ മാവാണ് ഒഴിച്ചത്. ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളയപ്പം അടച്ചു വെച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ചെറിയ കുമിളകളൊക്കെ വരുന്നത് കാണാമല്ലോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെള്ളയപ്പം തയ്യാറായി വരാനായിട്ട് ഏകദേശം 1.5 മുതൽ 2 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് പാകമായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പമാണിത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വെള്ളയപ്പം ചുട്ടെടുക്കേണ്ടത്. ഞാനിവിടെ 2ാമത്തെ വെള്ളയപ്പത്തിനുള്ള മാവാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. ഓരോ സ്ഥലത്തിൻ്റെയും കാലാവസ്ഥയ്ക്കനുസരിച്ച് മാവ് പുളിച്ച് വരുന്നതിന് എടുക്കുന്ന സമയത്തിൽ അല്പം വ്യത്യാസം വരാം. എനിക്കിവിടെ 5 മുതൽ 6 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് മാവ് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സമയം എടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ ഓവനിൽ ലൈറ്റ് ഇട്ടിട്ട് അരച്ച മാവ് അതിനുള്ളിൽ വെച്ചാൽ മതി.
അങ്ങനെ നമ്മുടെ വളരെ സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് നോൺ വെജ് കറികളുടെ കൂടെ കഴിക്കാം. ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. വെജിറ്റേറിയൻസിന് നല്ല വെജിറ്റബിൾ കറികൾ ഗ്രീൻ പീസ് കറിയുടെ കൂടെയോ കടലക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് ഗ്രീൻ പീസ് കറിയുടെ കൂടെയാണ്. ഈ ഗ്രീൻ പീസ് കറിയുടെയും റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് 20,000+ വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ്. ഈ വെള്ളയപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനെ ഇവിടെ വെള്ളയപ്പം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പഞ്ഞ് പോലത്തെ വെള്ളയപ്പമാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.